റീസെൻ്റ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ന്യൂസ് ഉണ്ട്. അതിൽ വരുന്ന മിക്ക ന്യൂസുകളും ഗാർഹിക പീഡനം കാരണം സൂയിസൈഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ. എനിക്ക് പറയാനുള്ളത് പാരൻസിനോടാണ്. എനിക്ക് ജനിച്ചത് ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പാരൻസിൻ്റെയും മനസ്സിലൂടെ പോകുന്നത് ഇവളെ വളർത്തി വലുതാക്കണം, നല്ലവർക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്നുള്ള കാര്യമായിരിക്കും. പക്ഷേ അതിനൊക്കെ മുന്നോടിയായിട്ട് എൻ്റെ മകളെ സുരക്ഷിതമാക്കുന്നത് അവൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. മാരേജ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വേണ്ടൊരു കാര്യം തന്നെയാണ്. പക്ഷേ മാരേജ് മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി അവൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവൾക്ക് എവിടെയും കാൽ ഉറപ്പിച്ച് നിൽക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ബാധ്യത ഒഴിഞ്ഞു എന്ന് പറഞ്ഞ് നിൽക്കാതെ മോൾ വിളിച്ചു പറയാണ്, ഉപ്പ എനിക്കിവിടെ പറ്റുന്നില്ല അല്ലെങ്കിൽ ഉമ്മ എനിക്കിവിടെ പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നീ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ്, നീ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെന്താ പറയുക, കുടുംബക്കാരെന്താ പറയുക എന്നൊക്കെ പറഞ്ഞ് പിന്നെയും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ പറയുന്ന സമയത്ത് ഈ കുട്ടികളുടെ മനസ്സിലേക്ക് എന്താ വരിക എന്നറിയോ? എനിക്ക് ആശ്രയിക്കാൻ ഒരാളും ഇല്ല, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും ഇല്ല, എനിക്ക് പോകാനൊരു സ്ഥലമില്ല, പിന്നീട് എനിക്കുള്ള ആകെ ഒരു വഴി സൂയിസൈഡാണ് എന്നുള്ള ഒരു രീതിയിലേക്കായിരിക്കും അവരുടെ ചിന്ത പോകുന്നത്. അതേപോലെ തന്നെ ഇവരിങ്ങനെ വന്ന് പറയുന്ന സമയത്ത് ഇവരെ വീണ്ടും തിരിച്ചയക്കുമ്പോൾ ആ ഒരു ഉപദ്രവിക്കുന്ന അവരുടെ ഹസ്ബൻഡ് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഇവൾക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല, ഇവളെ ഞാൻ എന്ത് ചെയ്താലും ആരും ഒന്നും പറയില്ല, ഇവൾ എൻ്റെ കാൽച്ചുള്ളിൽ കിടന്നോളും എന്നുള്ളൊരു ചിന്തയായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കാം. അത് വീണ്ടും അവർ ഉപദ്രവിക്കാനുള്ള ഒരു ത്വരയായിട്ട് മാറുകയും ചെയ്യും. ഇതിന് പകരമായിട്ട് പെൺകുട്ടി പറയണം, ഉപ്പ എനിക്കിവിടെ പറ്റുന്നില്ല അല്ലെങ്കിൽ ഉമ്മ എനിക്കിവിടെ പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അതിൽ സത്യാവസ്ഥ ഉണ്ടോ എന്നൊന്ന് മനസ്സിലാക്കുക, ഒന്ന് അന്വേഷിച്ച് നോക്കുക. സത്യാവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് പറയാ, മോളെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, നിനക്ക് ഞങ്ങളുണ്ട് എന്നുള്ള ഒരൊറ്റ വാക്ക് മതി ആ പെൺകുട്ടിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനായിട്ട്. എനിക്ക് എൻ്റെ കൂടെ എൻ്റെ പാരൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവൾക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്, എനിക്ക് പോകാൻ ഇടമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവൾക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. ആ ഒരു ധൈര്യം നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ഇപ്പോഴും ഒരുപാട് കുട്ടികൾ ജീവനോടെ ഇവിടെ ഉണ്ടാവുമായിരുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോടാണ്. സൂയിസൈഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, അതിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രയാസങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചു പോകാൻ പറ്റുന്നില്ല, അവിടെ നിങ്ങൾ ആ ഒരു പ്രശ്നത്തെ മറികടക്കാതെ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും മാത്രമാണ്. അതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ ഉപദ്രവിച്ചവരുടെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളെ ക്രൂശിച്ചവരുടെ മുന്നിൽ അന്തസ്സോടെ ജീവിച്ച് കാണിക്കണം. അതല്ലാതെ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു കൊണ്ടല്ല നിങ്ങൾ അവർക്ക് മറുപടി നൽകേണ്ടത്, ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് മറുപടി നൽകേണ്ടത്. മാരേജ്, കുടുംബം, കുട്ടികൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിലൊന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പൊലിഞ്ഞു പോകുന്നതല്ല ലൈഫ് എന്ന് പറയുന്നത്. ലൈഫ് ഇനിയും മുന്നോട്ട് ഒരുപാട് കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ബൗണ്ടറിക്ക് പുറമെ വേറൊരു ജീവിതമുണ്ട്, അതൊരുപാട് ഇനിയും ജീവിക്കാൻ നിങ്ങൾക്കുണ്ട്. അതൊക്കെ വിട്ട് കളഞ്ഞ് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമാണ്, മറ്റൊരാൾക്കും അല്ല. നിങ്ങളെ ഉപദ്രവിച്ചവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ ജീവൻ കളഞ്ഞിട്ടല്ല. ബി സ്ട്രോങ്, ബി സെൽഫ് ഇൻഡിപെൻഡൻറ്റ്. താങ്ക് യു.